ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി. അതിൻ്റെ ഓയിൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചാണ് കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്കുകളൊന്നും ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, റിയർ ലൈറ്റ് ചെക്കപ്പ്, അതേപോലെ ഹാൻഡിൽ കവർ വൈബ്രേഷൻ, അതായത് ഫ്രണ്ട് ടൈറ്റ് ചെയ്യണേഴ്സൊക്കെ പറഞ്ഞാൽ, അതേപോലെ തന്നെ സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യാത്ത കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ആ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചാനാണ്. അത് ശരിക്കും സിലിണ്ടർ ഹെഡുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റാണ്. അതായത് ഫയറിങ് നടക്കുന്ന ഭാഗത്ത് വരുന്ന കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അതിനകത്ത് വന്നേക്കണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനം കൊണ്ട് വന്നേക്കണ കംപ്ലയിൻ്റാണ്. സ്റ്റാൻഡേർഡ് പിസ്റ്റൺ തന്നെയാണ്. നമുക്ക് 1,09,000 കിലോമീറ്ററോളം വണ്ടി ഓടി. അപ്പോൾ നിലവിൽ അങ്ങനെ വന്നേക്കണ തേയ്മാനം കൊണ്ട് വന്നേക്കണ പ്രോബ്ലമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാൽവ്, എക്സോസ്റ്റ് വാൽവൊക്കെ ശരിക്കും ലീക്ക് ആയിട്ടുണ്ട്. അതായത് വാൽവ് ഗൈഡ് തേയ്മാനം വന്നിട്ട് അതിൻ്റെ സീറ്റിങ്ങിനൊക്കെ ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. ചെറിയൊരു ഗൈഡിൻ്റെ തേയ്മാനം ഉള്ളതുകൊണ്ട് തന്നെ പ്ലേയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വാൽവ് മാറുന്നതോടൊപ്പം തന്നെ വാൽവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വന്നാൽ വാൽവ് കയറി പോണ ഭാഗം. അപ്പോൾ അതിനും തേയ്മാനം ഉള്ളത് കൊണ്ട് അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ട് ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീകംപ്രഷൻ വാൽവാണിത്. ആ ഡീകംപ്രഷൻ വാൽവ് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് കിക്കർ അടിക്കാൻ നോക്കിയാലും നല്ല ബലം അനുഭവപ്പെടും. നല്ല രീതിയിൽ റിട്ടേൺ അടിക്കുന്ന ഒരു ഫീല് വന്നത് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിലവിൽ റോക്രാമിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. റോക്രാം സെറ്റൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ക്യാം ഷാഫ്റ്റ് മാറ്റിയിടണമാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതേപോലെ നമുക്ക് ഏകദേശം 1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നിലവിൽ ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ വരുന്ന തേയ്മാനം പോലെ തന്നെ അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റും തേയ്മാനം വന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കണ സമയത്ത് നമുക്ക് അവിടെ ഒരു ഷെയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് നോർമൽ ഇപ്പം അത് കുഴപ്പമില്ലെങ്കിൽ പോലും പിന്നീട് അതൊരു പ്രോബ്ലമായിട്ട് വരാനായിട്ടൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 1,00,000 കിലോമീറ്റർ നമുക്ക് അത്രയും തന്നെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഉള്ള പ്രോബ്ലം ആ സിലിണ്ടറിൻ്റെ ഭാഗം മാറ്റി, സിലിണ്ടറും അതേപോലെ തന്നെ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി ക്രാങ്ക് ഷാഫ്റ്റ് പഴയത് തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴും നിലവിൽ ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ആവും. പക്ഷേ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ ക്രാങ്ക് ഷാഫ്റ്റിന് പ്ലേ കൂടുതൽ വരെയോ തേയ്മാനം കൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡുമാണ് നമ്മൾ ഈ പിസ്റ്റണൊക്കെ ബിൽഡ് ചെയ്ത് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ കിടക്കണായിട്ട് ഡാമേജ് വന്നാൽ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതലാണെന്നല്ല, ഇതിന് പ്ലേ ഒക്കെ കൂടുതൽ വന്നാൽ ഉറപ്പായിട്ടത് കംപ്ലയിൻറ്റ് വരും. പിന്നെ അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ചെയ്ത് സിലിണ്ടർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് പോകാം. അതല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി നാളെ വന്നേക്കാവുന്ന ഒരു കംപ്ലയിൻറ്റ് കൂടി ഒഴിവാക്കി ക്ലിയർ ചെയ്ത് പോകാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിക്ക് തന്നെ നമുക്ക് 3,700 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. 3,700 രൂപയോളം വരുന്നുണ്ടായിരുന്നു. ഈ സിലിണ്ടറിനും വരും ഏകദേശം 3,650, ഏകദേശം 680 അങ്ങനെ എന്തോ തന്നെ. സിലിണ്ടറിനും ഏകദേശം ആ എമൗണ്ട് തന്നെ, സിലിണ്ടർ പിസ്റ്റണൊക്കെ ആ എമൗണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ക്രാങ്കും സിലിണ്ടറും മാത്രം വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം തന്നെ ഒരു 7,000-7,500 നമുക്ക് പാർട്സ് മാത്രം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് വേറെ വർക്കുകളുണ്ട്, ലെയ്ത്ത് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നാളെ ഒരിക്കൽ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എഞ്ചിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് കയറ്റേണ്ടി വരില്ല. നമ്മൾ രണ്ട് രീതിയിൽ പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രീതിയിലുള്ള കേസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. നമ്മൾ പറയാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നേരെ മറിച്ച് ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സിലിണ്ടറും ബാക്കിയത്തെ ഞാൻ ഈ പറഞ്ഞ വർക്കുകൾ, ഇപ്പോൾ സിലിണ്ടർ മാറ്റാം, വാൽവ് മാറ്റാം, അതിൻ്റെ ഗൈഡ് മാറ്റാം, ക്യാം ഷാഫ്റ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് ആ ഭാഗം റെഡി ആയിക്കോളും. ഇപ്പോഴത്തെ പ്രോബ്ലം മാറിക്കോളും. ഏകദേശം നമ്മൾ അതിനൊരു 1 ഇയർ, 1 വർഷം ഗ്യാരണ്ടിയും നമ്മൾ തരും. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് റിപ്പയർ. നേരെ മറിച്ച് ഈ ഒരു ഐറ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. കാരണം ഓൾറെഡി ആ കംപ്ലയിൻറ്റ് മാറ്റിയാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിടന്നുള്ളൂ. അപ്പോൾ നിലവിൽ അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇനി അതല്ല, അല്ലാതെ കൊണ്ട് വേറെ എന്തെങ്കിലും വിഷയമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും നോക്കി വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി.
പിന്നെ അതേപോലെ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കും നമ്മളിത് കയറ്റുന്ന സമയത്തേയും. അപ്പോൾ ക്ലച്ച് അഴിക്കുന്ന സമയത്തായാലും ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിലായാലും നമ്മൾ ക്ലച്ച് ഭാഗം അഴിക്കും. അപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല. കാരണം അത് ഇതിങ്ങനെ വിണ്ട് കീറിയ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടത്തിയുടെ ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. കാരണം അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് നമ്മൾ രണ്ടാമത് കയറ്റി നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇത് നോർമൽ നമുക്കൊരു 20,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ മാറ്റിയിടേണ്ടി വേണ്ട പാർട്സാണ് ബെൽറ്റ് കേട്ടോ. അത് നമുക്ക് എഞ്ചിൻ്റെ ഇതായിട്ട് കൂട്ടാൻ പറ്റില്ല, ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് കംപ്ലയിൻറ്റ് വന്നതിനാണ്. പിന്നെ കാർബറേറ്ററൊക്കെ നല്ല ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് തരണം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റും, അത് കൂട്ടത്തിക്കടെ അങ്ങനെ ചെയ്തു പോകാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യും. അതുപോലെ നമുക്ക് അതിൻ്റെ ഈ സൈലൻസറിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സൈലൻസർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്, ഈ സൈഡും ഈ ഭാഗത്തൊക്കെ തുരുമ്പൊന്നുണ്ട്. ഈ ഫയറിങ് നടക്കുന്ന ഈ ഭാഗം എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ മാനദണ്ഡം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയാലും ആ ഭാഗം ഇടയ്ക്ക് കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. കാരണം അത് ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗം, അല്ലാത്ത ഭാഗത്തും അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സൈലൻസർ ഒരു കോട്ടിങ് വരുന്നുണ്ട്. സൈലൻസർ കോട്ടിംഗ് ആയിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്തൊരു കണ്ടീഷനിലേക്ക് നമുക്കൊരു കോട്ടിങ് കൊടുത്തിടാനായിട്ട് പറ്റും. ഏകദേശം നമുക്കൊരു 600-650 രൂപ, നമുക്ക് 680 കണ്ടാണ് അതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ വന്ന ഐറ്റമൊക്കെ ശരിക്കും തകിടാണ്. ഈ സാധനങ്ങൾ തകിട് വെച്ചിട്ട് മോൾഡ് ചെയ്തതാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് വന്ന് തുരുമ്പിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി പുതിയത് വെക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ വലിയ പ്രോബ്ലത്തിലേക്ക് പോണേക്കാളും പിന്നെ അത് ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ഭാഗമൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ. അപ്പോൾ ശരിക്കും ക്ലീൻ ചെയ്ത് അതിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടിങ് കൊടുക്കാൻ മുകളിൽ, അതാണ് സംഭവം അതിനകത്ത് ചെയ്യുന്ന സംഭവം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്താലും തീ വരുന്ന ഭാഗം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും കേട്ടോ. കാരണം അത് നല്ല ഹീറ്റിംഗ് വന്ന് പഴുത്ത് വന്ന ഭാഗം, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പുതിയ വണ്ടി ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം ആ ഒരു അവസ്ഥയിലേക്ക് മാറും. അത് ബാക്കിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല, ജസ്റ്റ് ഞാനൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 50,000 രൂപയോളം നമുക്ക് ചിലവ് വന്ന സാധനമാണ്. ഇത് കംപ്ലയിൻറ്റ് വന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 10,000 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. നിലവിൽ നമുക്ക് ആ സിലിണ്ടർ മാത്രം മാറ്റി ഇപ്പോഴുള്ള പ്രോബ്ലം സോൾവ് ചെയ്താൽ മതിയോ, ഇനി അതല്ലെങ്കിൽ ആ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി ഫുൾ ക്ലിയറായിട്ട് നമുക്ക് ചെയ്തു പോകണം, എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. എന്നിട്ട് ഞാൻ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടുകയും ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം. എന്തായാലും നമുക്ക് 2 ദിവസം താമസം വരും, അത് കണക്കാക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും ഒരു 3 ദിവസം ചുരുങ്ങിയത് വരും കേട്ടോ. ഒന്ന് ചൊവ്വ ബുധൻ വ്യാഴാഴ്ച വൈകിട്ടത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി.